ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത 2 മാസത്തിനുള്ളിൽ മികച്ച റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെക്കുറിച്ചാണ്. ഫസ്റ്റ് വൺ ഈസ് IRFC. ഇതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 175 രൂപയ്ക്ക് അടുത്താണ്. ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് 1700 കോടിയാണ്. ഇതൊരു 2 മാസം കൊണ്ട് 230 ടു 240 റേഞ്ചിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. ഒരുപാട് ന്യൂ പ്രോജക്ട്സും കമ്പനിക്ക് അവൈലബിൾ ആണ്. അടുത്തതും ഒരു റെയിൽവേ സ്റ്റോക്കാണ് RVNL. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 395-നും 400-നും ഇടയ്ക്കാണ്. ഈ സ്റ്റോക്കിനെ പറ്റി ഞാൻ മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് 350 ബ്രേക്ക് ചെയ്ത് 380-ലേക്ക് വരുമെന്ന്. എന്നാൽ അതിനെ ഓവർകം ചെയ്ത് 420-ലേക്ക് വന്നു. സ്റ്റോക്കിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് 478 കോടിയാണ്. സോ ഇനിയും ഒരു ഹൈ മൊമെൻറ്റ് നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്ത 2 മാസത്തിനുള്ളിൽ 460 എന്ന തുകയിലേക്ക് എത്താൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ടാറ്റ മോട്ടോഴ്സ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 990-ന് അടുത്താണ്. ഈ സ്റ്റോക്കിനെ പറ്റി ഞാൻ മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ഓൾ ടൈം ഹൈ ഈ ക്വാർട്ടറിൽ ബ്രേക്ക് ചെയ്യുമെന്ന്. 2 വീക്സ് മുൻപ് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ സ്റ്റോക്കിൻ്റെ വില 940 ആയിരുന്നു. ഇപ്പോൾ അത് 1000-ന് എത്തിയിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് 17,500 കോടിക്കടുത്താണ്. സോ നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്നും ഒരു ബിഗ് മൊമെൻറ്റ് പ്രതീക്ഷിക്കാം. 2 മാസത്തിനുള്ളിൽ 1200 എന്ന ടാർഗറ്റ് ഇത് ക്രോസ് ചെയ്യാൻ ഹൈ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് രത്തൻ ഇന്ത്യ പവർ. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 19 രൂപയ്ക്ക് അടുത്താണ്. ഒരു വീക്ക് മുമ്പിട്ട വീഡിയോയിൽ അത് 20 ക്രോസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അത് 21 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റിൽ ഒരു ഹൈ ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുന്നതിനാൽ അതൊരു 24 രൂപയിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. എല്ലാ ക്വാർട്ടറിലും മൈനസ് ആയിരുന്ന പ്രോഫിറ്റ് ഈ പ്രാവശ്യം 10,000 കോടിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഭാരത് ഇലക്ട്രോണിക്സ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 320-ന് അടുത്താണ്. സ്റ്റോക്കിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1786 കോടിയാണ്. സ്റ്റോക്ക് ഒരു 240-നും 250-നും ഇടയിലൊരു സംഖ്യയിലേക്ക് 2 മാസത്തിനുള്ളിൽ പോകാൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് മസഗോൺ ഡോക്ഷിപ്പ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 4200-ന് അടുത്താണ്. സ്റ്റോക്ക് ഓരോ ദിവസവും അതിൻ്റെ ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 627 കോടിയാണ്. സ്റ്റോക്ക് ഒരു 4500-ൻ്റെ അടുത്തേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് REC ലിമിറ്റഡ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 530-ന് അടുത്താണ്. സ്റ്റോക്കിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് 4000 കോടിക്ക് മുകളിലാണ്. അടുത്ത 2 മാസം കൊണ്ട് അത് 650 എന്ന തുകയിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. കമ്പനിക്ക് ഒരുപാട് പ്രോജക്ട്സും അവൈലബിൾ ആണ്. അടുത്തത് ഹൗസിംഗ് ആൻഡ് ഉർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 280-ന് അടുത്താണ്. ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് 700 കോടിയാണ്. മറ്റ് ക്വാർട്ടറുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഹ്യൂജ് പ്രോഫിറ്റാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ സ്റ്റോക്കിൻ്റെ വില 320 ടു 330-ൻ്റെ ഇടയിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ജുപ്പിറ്റർ വാഗൺസ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 700-ന് അടുത്താണ്. സ്റ്റോക്കിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 105 കോടിയാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ സ്റ്റോക്കിൻ്റെ വില 800-ൻ്റെ അടുത്തേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് NBCC. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില 160-ൻ്റെ അടുത്താണ്. സ്റ്റോക്കിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 142 കോടിയാണ്. മറ്റ് ക്വാർട്ടറുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഹ്യൂജ് പ്രോഫിറ്റാണ്. ഈ 2 മാസത്തിനുള്ളിൽ 200 എന്ന തുക ക്രോസ് ചെയ്യാൻ നല്ല സാധ്യതയുള്ള സ്റ്റോക്കാണിത്. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കണ്ടെത്തിയ ചില സ്റ്റോക്കുകളാണിവ. താല്പര്യമുള്ളവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.